students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 12th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about the topic functions of commercial banks, and in this lecture, we are going to continue with the same topic, that is functions of commercial banks. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ സെക്കൻഡറി ഫങ്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡറി ഫങ്ഷൻസിലെ ഏജൻസി സർവീസസ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പിക് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഓൾ ബാങ്ക്സ് പെർഫോം നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസ് എലോങ് വിത്ത് ദെയർ ട്രഡീഷണൽ ഫങ്ഷൻസ്. അതായത് എല്ലാ ബാങ്കുകളും നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസും അവരുടെ ട്രഡീഷണൽ ഫങ്ഷൻസിനോടൊപ്പം തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്തരത്തിലുള്ള ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. First one is safe custody of valuables. Banks accept shares, debentures, bonds, fixed deposit receipts, deeds of property, life insurance policies and sealed boxes and packets containing will or valuables for safe custody. അതായത് ബാങ്ക്സ് കസ്റ്റമറിൽ നിന്നും ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ്സ്, ഡീഡ്സ് ഓഫ് പ്രോപ്പർട്ടി, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്, സീൽഡ് ബോക്സസ്, പാക്കറ്റ്സ് കണ്ടെയ്നിങ് വിൽ ഓർ വാല്യുബിൾസ് ഇവയെല്ലാം സേഫ് കസ്റ്റഡിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് അത് സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നു. ബാങ്ക്സ് ഹാവ് എ സ്ട്രോങ് ഫയർ പ്രൂഫ് ആൻഡ് തെഫ്റ്റ് പ്രൂഫ് റൂംസ് ഫോർ സേഫ് മെയിൻ്റനൻസ് ഓഫ് ദ ആർട്ടിക്കിൾസ്. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസിൻ്റെ എല്ലാം സേഫ് മെയിൻ്റനൻസിനായിട്ട് ബാങ്ക്സിൽ സ്ട്രോങ് ഫയർ പ്രൂഫ് ആൻഡ് തെഫ്റ്റ് പ്രൂഫ് റൂംസ് ഉണ്ട്. 2 ways through which a banker ensures safety of its customers' valuables. അതായത് കസ്റ്റമേഴ്സിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യുബിൾസിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിനായിട്ട് ഒരു ബാങ്കറിന് 2 ways ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബൈ അക്സെപ്റ്റിംഗ് വാല്യുബിൾസ് ഫോർ സേഫ് കസ്റ്റഡി. അതായത് സേഫ് കസ്റ്റഡിക്കായിട്ട് വാല്യുബിൾസ് അക്സെപ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഈസ് ബൈ ഹയറിംഗ് ഔട്ട് ഓഫ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് ടു ദ കസ്റ്റമേഴ്സിന് സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ് ഹയർ ചെയ്ത് നൽകുന്നു. സെക്കൻഡ് വൺ ഈസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇറ്റ് അസ്യൂംസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആസ്പെക്റ്റാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഗ്യാരണ്ടി ടു ദ എക്സ്പോർട്ടർ ദാറ്റ് ഹിസ് ഡ്രാഫ്റ്റ് വിൽ ബി ഓണേർഡ് ബൈ എ സ്പെസിഫൈഡ് ബാങ്ക് അപ് ടു എ സർട്ടൺ എമൗണ്ട് ആസ് പെർ ദ സ്പെസിഫൈഡ് ടേംസ്. അതായത് എക്സ്പോർട്ടർക്ക് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഡ്രാഫ്റ്റ് ഒരു സ്പെസിഫൈഡ് ബാങ്ക് ഒരു സർട്ടൺ എമൗണ്ട് വരെ സ്പെസിഫൈഡ് ടേംസ് പ്രകാരം ഓണർ ചെയ്യും. അതായത് അദ്ദേഹം ഈ ഒരു ഡ്രാഫ്റ്റ് ഒരു ബാങ്കിൽ, ഒരു സ്പെസിഫൈഡ് ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ആ ഡ്രാഫ്റ്റ് പ്രകാരമുള്ള എമൗണ്ട്, ആ ഒരു സർട്ടൺ എമൗണ്ട് സ്പെസിഫൈഡ് ടേംസ് പ്രകാരം നൽകും എന്നുള്ള ഗ്യാരണ്ടിയാണ്. തേർഡ് വൺ ഇസ് ട്രാവലേഴ്സ് ചെക്ക്. ട്രാവലേഴ്സ് ചെക്ക് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ എനിവൺ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു പേഴ്സൺസ് ഹു ഫ്രീക്വൻ്റ്ലി ട്രാവൽ വിത്തിൻ ദ കൺട്രി ഓർ എബ്രോഡ്. അതായത് ആർക്ക് വേണമെങ്കിലും, ഏതൊരു പേഴ്സണിന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്ന ഒന്നാണ് ട്രാവലേഴ്സ് ചെക്ക്. ആൻഡ് ഫ്രീക്വൻ്റ്ലി രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ട്രാവൽ ചെയ്യുന്ന പേഴ്സൺസിനാണ് ഈ പറഞ്ഞ ട്രാവലേഴ്സ് ചെക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. പർച്ചേസർ ഹാസ് ടു ഡെപ്പോസിറ്റ് മണി വിത്ത് ദ ഇഷ്യൂയിങ് ബാങ്ക് ഇക്വലൻ ടു ദ എമൗണ്ട് ഓഫ് ട്രാവലേഴ്സ് ചെക്ക് ഹി ഇൻറ്റൻസ് ടു ബൈ. അതായത് ആരാണോ ഈ ട്രാവലേഴ്സ് ചെക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ഈ ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൽ ട്രാവലേഴ്സ് ചെക്കിന് ഇക്വലൻ്റായ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. യൂഷ്വലി എൻകാഷബിൾ ഓൺലി അറ്റ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ഇഷ്യൂയിങ് ബാങ്ക്. സാധാരണയായിട്ടും നമ്മൾ ഒരു ബാങ്കിൽ നിന്നും ഇത് ഇഷ്യൂ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതേ ബാങ്കിൻ്റെ ബ്രാഞ്ചസിൽ നിന്നാണ് ഇത് എൻകാഷ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. ആൻഡ് മോർ ഓവർ ദർ ഇസ് നോ എക്സ്പയറി പീരീഡ്. ട്രാവലേഴ്സ് ചെക്കിൻ്റെ കേസിൽ ദർ ഇസ് നോ എക്സ്പയറി പീരീഡ്. Fourth one is remittance of funds. Banks remits funds from one place to another through the network of their branches. അതായത് ബാങ്ക്സ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ബാങ്ക്സിൻ്റെ ബ്രാഞ്ചസ് വഴി ഫണ്ട്സ് റെമിറ്റ് ചെയ്യുന്നു. മെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ആർ ബാങ്ക് ഡ്രാഫ്റ്റ്സ്, മെയിൽ ട്രാൻസ്ഫർ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ആൻഡ് ട്രാവലേഴ്സ് ചെക്സ്. ഇത്തരത്തിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ് ബാങ്ക് ഡ്രാഫ്റ്റ്സ്, മെയിൽ ട്രാൻസ്ഫർ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, ട്രാവലേഴ്സ് ചെക്ക് തുടങ്ങിയവയാണ്. Then fifth one is merchant banking. Merchant banking division of commercial bank offer wide ranges of services. ഫിനാൻഷ്യൽ, ടെക്നിക്കൽ, മാനേജറിയൽ എക്സെട്ര. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന് ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് ഡിവിഷൻ ഉണ്ട്. ആൻഡ് ഈ മെർച്ചൻറ്റ് ബാങ്കിങ് ഡിവിഷൻ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫിനാൻഷ്യൽ സർവീസസ് ആകാം, ടെക്നിക്കൽ സർവീസസ് ആകാം, മാനേജറിയൽ സർവീസസ് ആകാം. ദ മെയിൻ സർവീസസ് ഇൻക്ലൂഡ്, അങ്ങനെ മെർച്ചൻറ്റ് ബാങ്കിങ് ഡിവിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ സർവീസസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫെസിലിറ്റേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കോർപ്പറേറ്റ് യൂണിറ്റ്സ്. കോർപ്പറേറ്റ് യൂണിറ്റ്സിൻ്റെ ഫോർമേഷനെ കൂടുതൽ ഈസിയർ ആക്കുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു.
സെക്കൻഡ് വൺ ഇസ് അസിസ്റ്റിംഗ് ഇൻ ഫോർമേഷൻ ഓഫ് ഫിനാൻഷ്യൽ പ്ലാൻ. ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ഫോർമേഷന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് വൺ ഇസ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഇഷ്യൂ ബൈ കോർപ്പറേറ്റ്. അതായത് കോർപ്പറേറ്റ്സ് നടത്തുന്ന പബ്ലിക് ഇഷ്യൂ മാനേജ് ചെയ്യുന്നു. ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ പബ്ലിക് ഇഷ്യൂ നടത്താറുണ്ടല്ലോ, അപ്പോൾ അതിന് മാനേജ് ചെയ്യുന്നു. ഫോർത്ത് വൺ ഇസ് അസിസ്റ്റിംഗ് കമ്പനീസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു റീസ്ട്രക്ചറിംഗ്, അമാൽഗമേഷൻസ്, മേജേഴ്സ് ആൻഡ് ടേക്ക് ഓവേഴ്സ് എക്സെട്ര. അതായത് റീസ്ട്രക്ചറിംഗ്, അമാൽഗമേഷൻസ്, മേജേഴ്സ്, ടേക്ക് ഓവേഴ്സ് തുടങ്ങിയ മാറ്റേഴ്സിൽ കമ്പനീസിന് പ്രോപ്പർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. The balance portion of functions of commercial banks will be discussed in the coming lectures. Thank you.